ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നൈനസ് കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊടൈക്കനാലിലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഞാൻ കൊടൈക്കനാൽ ലേക്ക് സൈഡിലെ ആ ഒരു സൈക്ലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന്. അടിപൊളിയാണ്. പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ കുട്ടീസൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റുള്ളൂ, എങ്കിലും അവർക്ക് പോകാൻ പറ്റുന്ന മാക്സിമം പോയിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ കിലോമീറ്റേഴ്സ് സൈക്ലിംഗ് ചെയ്ത് വരാനുണ്ടായിരുന്നു, പക്ഷെ അതുവരെയൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതേ കുട്ടീസൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ആയിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റും. പക്ഷേ ഇതേ നമ്മൾ കുട്ടീസൊക്കെ ആയിട്ട് പോയതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നേരം സൈക്ലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പെർ ഹെഡ് 100ഉം കിഡ്സിന് 50 ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ സൈക്ലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ. ഒത്തിരി കടകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഓരോരോ കടകളിലായിട്ട് കയറുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഇവിടത്തേനേക്കാളും ഡബിൾ ചാർജാണ് കേട്ടോ അവിടെ. എല്ലാത്തിനും നല്ല പൈസയാണ്. പിന്നെ നമ്മൾ പുതിയ സ്ഥലത്തുമ്പോൾ അവിടുത്തെ എല്ലാ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഓരോരോ ഷോപ്പിലായിട്ട് കയറുകയായിരുന്നു. നല്ല നല്ല ബാഗിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബാർഗെയിൻ സ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങോട്ടേക്കൊന്നും പോകാനേ നിൽക്കേണ്ട, കാരണം ഡബിൾ ചാർജാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. പിന്നെ നല്ല കമ്പിളി പുതപ്പുകൾ, അതുപോലെ തന്നെ സെറ്റർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു ബ്ലാങ്കറ്റ് മേടിച്ചായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു റേറ്റിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബാർഗെയിനിങ് ചെയ്യാത്തതുകൊണ്ടാണ്, കാരണം എനിക്ക് ആ ഒരു സ്കില്ലേ ഇല്ല. ഇക്കായൊക്കെയായിരുന്നു ബാർഗെയിൻ ചെയ്ത് നല്ലൊരു പ്രൈസിന് കിട്ടിയായിരുന്നു. അതിനുശേഷം പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ വന്നായിരുന്നു. ഇവിടെ ഒത്തിരി വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ പണ്ടൊക്കെ കിട്ടുന്ന കുറേ മിഠായികളില്ലായിരുന്നു, അതൊക്കെ ഇവിടെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് നൊസ്റ്റാൾജി തോന്നി 2-3 ഐറ്റം മിഠായിസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ അതേ കെൻസിന് ഞാനും മറ്റേ കോയിൻ മിഠായില്ലേ, അത് വേണമെന്ന് പറഞ്ഞുമായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാത്ത പല വെറൈറ്റി ചോക്ലേറ്റ്സ് വന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ചോക്ലേറ്റിൻ്റെ അകത്ത് ജെല്ലിയൊക്കെ വെച്ചിട്ടുള്ള വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. ഈ തടികളിലൊക്കെ ഉള്ള ടോയ്സ്. അങ്ങനെ അതൊക്കെ ഇവിടെ എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടീസിന് വേണ്ട ഐറ്റംസ് എല്ലാം ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കായിരുന്നു. അതിനുശേഷം നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ കയറി കണ്ട് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം നൈനസ് കുട്ടി ഫാമിലി.